നമ്മുടെയൊക്കെ ഫേവറേറ്റ് ലിസ്റ്റിൽ വളരെയധികം ഇഷ്ടമുള്ള ഒരു ബുക്ക് ഉണ്ടായിരിക്കും. കാരണം അതിന്റെ നമ്പർ വൺ പൊസിഷൻ എപ്പോഴും ഹോൾഡ് ചെയ്യും. നമ്മൾ എത്ര പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാലും ആ ഒരു ടോപ്പ് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ചില പുസ്തകങ്ങൾ ഉണ്ടാവില്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു ബുക്കാണ് ഇത്, ദ ഇമ്മോർട്ടൽസ് ഓഫ് മേലിഹ. ഈ പുസ്തകത്തെ കുറിച്ചിട്ട് നിങ്ങളിൽ കാണുന്ന പലർക്കും അരച്ച് കലക്കി കുടിച്ച ആൾക്കാരുണ്ടായിരിക്കും എന്നറിയാം. കാരണം ഇതിന്റെ അകവും പുറവും ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിന്റെയും ഈവൻ ഡയലോഗ്സ് അടക്കം കാണാപ്പാടായിട്ടുള്ള ആൾക്കാർ ഇതിലുണ്ടാവും. പക്ഷെ ഈ ഒരു പുസ്തകം എങ്ങനെ എൻ്റെ ലൈഫിൽ വളരെയധികം ഒരു സിഗ്നേച്ചർ മാർക്ക് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ എങ്ങനെ ഇടം പിടിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. 2019 ശരിക്കും ഞാൻ ഈ പുസ്തകം ആദ്യമായിട്ട് വായിച്ചു നോക്കുന്നത്. പക്ഷെ അതിന് മുന്നേ തന്നെ ഈ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അന്ന് തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യം. കാരണം ഒരു ബുക്ക് ഇവിടെ ഉണ്ട്, പക്ഷെ ഇടയ്ക്ക് വല്ല പുസ്തകങ്ങൾ വായിക്കുന്നുള്ളതല്ലാതെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു റീഡിങ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് 2019 ഒരു ഇഞ്ചുറി പറ്റിയിട്ട് ഞാൻ ഒരു 1 വീക്ക് റെസ്റ്റ് ഇരിക്കുമ്പോഴാണ് ഈ ഒരു പുസ്തകം ഷെൽഫിൽ ഇരിക്കുന്നുണ്ട്. ഇത് കുറെ കാലമായാലും എൻ്റെ ഇരിക്കുന്നു, ഒന്ന് വായിച്ചു നോക്കട്ടെ എന്നുള്ള രീതിയിൽ എടുത്തു വായിച്ചു. ആദ്യത്തെ ഒരു പേജ് വായിച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷെ പിന്നെയുള്ള പേജുകളൊക്കെ വളരെ ആർത്തിയോട് കൂടി വായിച്ച് ഞാൻ വിടുമായിരുന്നു. കാരണം ശിവ എന്ന് പറയുന്ന ഒരു ഗോഡ് കൺസെപ്റ്റ് എനിക്ക് ചെറുതിലെ തൊട്ട് വളരെയധികം ഇഷ്ടമുള്ള ഒരു ഗോഡ് ഫിഗർ ആണ്. കാരണം വെച്ചാൽ ആ ഒരു ദൈവം എന്ന് പറയുമ്പോൾ ആ ഒരു ശിവന്റെ അമ്പലങ്ങളിലേക്ക് പോവുക, അല്ലെങ്കിൽ അവിടെയുള്ള ഓരോരോ കാര്യങ്ങളും, ഈവൻ ആ ഡ്രോയിങ്സ് അടക്കം ഓരോരോ ശിവന്റെ പല രൂപങ്ങളായാലും, അല്ലെങ്കിൽ ശിവലിംഗ എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ പിന്നിലുള്ള കഥ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും തപ്പിപ്പിടിച്ച് വായിക്കാനും കേൾക്കാനും വളരെയധികം എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോ ഇങ്ങനെയുള്ള ഒരു പുസ്തകം കൂടി ആവുമ്പോൾ പിന്നെ എന്തായാലും ആ ഒരു ക്യൂരിയോസിറ്റി ഒന്നുകൂടി ഒന്ന് ചകഞ്ഞെടുക്കാൻ തോന്നും, അല്ലെങ്കിൽ ഒന്ന് റീകളക്ട് ചെയ്തെടുക്കാൻ നമുക്ക് തോന്നും. അങ്ങനെയാണ് ഞാൻ വീണ്ടും ഇത് വായിക്കാൻ തുടങ്ങിയത്. ആൻഡ് ട്രസ്റ്റ് മീ, ഇത് വായിച്ചു നോക്കാത്തവര് എന്തായാലും വായിച്ചു നോക്കുക. കാരണം ഇതൊരു സാധാരണ മിത്തോളജിക്കൽ ഫിക്ഷൻ ബുക്ക് മാത്രമല്ല. ഒരുപാട് ഐഡിയോളജീസ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ പല സ്ഥലത്ത് നമ്മൾ തോറ്റുപോയി അല്ലെങ്കിൽ വീണുപോയി എന്ന് തോന്നുന്ന സ്ഥലത്ത് നമ്മൾ ഈ ഒരു പുസ്തകത്തിലത്തെ ഏതെങ്കിലും, പലർക്കും പല ഫേവറേറ്റ് ലൈൻസ് ഉണ്ടാവും. പക്ഷെ നമ്മൾക്ക് എന്താണ് ഈ ഒരു യൂണിവേഴ്സിലെ പർപ്പസ് എന്നൊക്കെ കാണിച്ചിരുന്ന ഒരുപാട് ഗോൾഡൻ ലൈൻസ് ഈ പുസ്തകത്തിലുണ്ട്. അത് ഞാൻ വളരെയധികം ശരിക്കും കോരിത്തരിച്ചിരുന്ന് ഗൂസ് ബമ്പ് അടിച്ചിരുന്ന് വായിച്ച പല ലൈൻസും ഉണ്ട്. ഈവൻ ഇതിൽ മാത്രമല്ലാതെ ഇതിന്റെ സെക്കൻഡ് ആയാലും തേർഡ് ആയാലും പുസ്തകങ്ങളിൽ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ളതും കേട്ടറിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ആ ഒരു പുരാണത്തിലെ പല പല കഥാപാത്രങ്ങളെ എങ്ങനെ ഇതിൽ ഒരു ഹ്യൂമൻ വേൾഡിലേക്ക് കൊണ്ട് റീപ്ലേസ് ചെയ്ത്, അല്ലെങ്കിൽ പ്ലേസ് ചെയ്ത് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഈ ഒരു പുസ്തകം ഹോൾഡ് ചെയ്യുന്നത്. ഇതിന്റെ ഓതർ ആയിട്ടുള്ള അമിഷ് ത്രിപതിനെ കുറിച്ച് പറയാണ്ട് വയ്യ. കാരണം അദ്ദേഹം ഒരു ബാങ്കിങ് സെക്ടറിൽ ജോലി ചെയ്തിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു റീഡിംഗ് എന്ന് പറയുന്ന പാഷനെ അദ്ദേഹം വളരെയധികം മോട്ടിവേറ്റ് ചെയ്ത് അവസാനം തന്റെ തോട്ട്സ്, തന്റെ മൈൻഡിൽ തോന്നിയ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഒരു കഥയായിട്ട് എഴുതി ഇത് ഒരുപാട് പബ്ലിഷേഴ്സിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് എല്ലാവരും റിജക്ട് ചെയ്ത് വിടുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ അവസാനം ഇദ്ദേഹത്തിന്റെ ഈ ഫസ്റ്റ് ബുക്ക് അദ്ദേഹം തന്നെ സെൽഫ് പബ്ലിഷ് ചെയ്തു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് ഫാൻസി പുസ്തകത്തിന് തന്നെ ഉണ്ടായി. കാരണം പലരും ഇതിന്റെ സെക്കൻഡ് പാർട്ടായാലും തേർഡ് പാർട്ടായാലും, ഇവൻ ഇതിന്റെ എൻഡിങ്, തേർഡ് പാർട്ടിന്റെ എൻഡിങ് ഒക്കെ വായിക്കുമ്പോൾ ശരിക്കും നമുക്ക് കണ്ണ് നിറഞ്ഞു പോകും. അത്രയും നമ്മളെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു അവസ്ഥയാണ്. പല സീക്വൻസുകളും നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു പിക്ചറൈസേഷൻ ഉണ്ടാവില്ല. ഇതൊക്കെ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ലെവല് ഫീൽ എന്തായിരിക്കും, അല്ലെങ്കിൽ അവര് ഹോൾഡ് ചെയ്യുന്ന പൊളിറ്റിക്സ് എന്താണ്, സമൂഹത്തിലത്തെ ആ ഒരു ഐത്തം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആയാലും, അല്ലെങ്കിൽ ഉയർന്നവർ താണവർ എന്ന് പറയുന്ന കൺസെപ്റ്റിനൊക്കെ എങ്ങനെ തച്ചുടയ്ക്കുന്നു എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ ആ ഒരു ലീഡിങ് ക്യാരക്ടറിലൂടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എങ്ങനെ അത് ശിവൻ എന്ന് പറയുന്ന ഒരാള് ഒരു നീൽകാന്ത് എന്ന് പറയുന്ന ഒരു സേവിയർ ആയി മാറുന്ന ഒരു ട്രൈബിന്റെ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ മുഴുവൻ എന്നുള്ളതാണ് ഈ കഥ ഹോൾഡ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ കുറേയധികം ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. പക്ഷെ പലതും നമ്മുടെ ലൈഫിൽ കടന്നു പോകുന്ന ഒരുപാട് ചലഞ്ചിങ് സിറ്റുവേഷൻസ് ആയിട്ട് അത്രത്തോളം ബ്ലെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് വളരെയധികം റിലേറ്റബിൾ ആക്കിയിട്ട് കൊണ്ടുപോകുന്ന അവസ്ഥകളിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അദ്ദേഹം ഈ പുസ്തകം എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന് അറിയണ്ടായിരുന്നില്ല ഇത് ഇത്ര വലിയൊരു സക്സസ് ആയി മാറുന്നുള്ളത്. കാരണം ഇദ്ദേഹം അപ്രോച്ച് ചെയ്ത പല പബ്ലിഷേഴ്സും പറഞ്ഞത് ഇപ്പോൾ ഉള്ള ആളുകൾക്ക് മുഴുവൻ ലവ് സ്റ്റോറീസ് പോലുള്ള കഥകളാണ് താല്പര്യം, ഇതൊന്നും ഇവിടെ വില പോവില്ല എന്നായിരുന്നു. പക്ഷെ ഫസ്റ്റ് ബുക്ക് പബ്ലിഷ് ആയതിനു ശേഷം സെക്കൻഡ് ബുക്ക് ആയിട്ടുള്ള സീക്രട്ട് ഓഫ് ദ നാഗാസ് ആൻഡ് തേർഡ് ബുക്ക് ആയിട്ടുള്ള ഓത്ത് ഓഫ് ദ വായ്പുത്രാസ്, ആ ഓത്ത് ഓഫ് ദ വായ്പുത്രാസിനടക്കം ഒരു ലീഡിംഗ് പബ്ലിഷേഴ്സ്, വെസ്റ്റ് ലാൻഡ് പബ്ലിഷേഴ്സ് നല്ല രീതിയിലുള്ള ഒരു എമൗണ്ട് അദ്ദേഹത്തിന് ഓഫർ ചെയ്തു. അദ്ദേഹം ആ മൂന്നാമത്തെ പാർട്ട് എഴുതി തുടങ്ങുന്നതിന് മുന്നേ ആയിരുന്നു അന്ന് അദ്ദേഹത്തിന് ആ ഒരു റെമ്യൂണറേഷൻ കിട്ടിയത്. സോ അത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു ഫാൻ ബേസും, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു പുസ്തകം തന്നെയാണത്. എന്തായാലും വായിച്ചു നോക്കാത്തവർ തീർച്ചയായിട്ടും വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ആൻഡ് സതി ആൻഡ് ശിവ ഇവരുടെ ലവ് സ്റ്റോറീസ് ആയാലും അതിനുശേഷം ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളും, നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫീനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അത്രത്തോളം നല്ല ഒരു ഇമ്പാക്ട്, അല്ലെങ്കിൽ വളരെയധികം റിസർച്ച് ചെയ്ത് അദ്ദേഹം ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിനുശേഷം അദ്ദേഹം ഇറക്കിയുള്ള മറ്റൊരു പുസ്തകമായിരുന്നു റാം ട്രിളജി, അല്ലെങ്കിൽ സീത റാം, അല്ലെങ്കിൽ രാവണൻ എന്ന് പറയുന്ന പേരിലുള്ള ഒരു രാമായണ സീരീസ് അദ്ദേഹം ഇറക്കിയിരുന്നു. അങ്ങനെ ഒരുപാട് രീതിയിൽ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ഓതർ ആയിട്ട് തന്നെയാണ് എനിക്ക് അമിഷ് ത്രിപതിനെ തോന്നിയിട്ടുള്ളത്. ഈ ഒരു പുസ്തകം എൻ്റെ ലൈഫിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല മൊമെന്റിൽ എനിക്ക് തോന്നി പോയിട്ടുണ്ട്. കാരണം
എത്ര റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യിക്കാൻ ഇതിലുള്ള ഒരു ലൈന് മതി. എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട് ഇതിലത്തെ ഒരു പെർട്ടിക്കുലർ ലൈൻ. ഈവൻ മൂന്നാമത്തെ ബുക്കിൽ നിന്ന് ഞാൻ വായിച്ചത്, ഈ യൂണിവേഴ്സിന് നമുക്കൊരു പർപ്പസ് ഉണ്ട്. കാരണം ഇതിൽ ഇവിടെ ജനിച്ചു വീഴുന്ന എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പർപ്പസ് ഉണ്ട്, ആൻഡ് യൂണിവേഴ്സിന്റെ ഒരു പാർട്ടാണ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഒരു ക്യാരക്ടർ പറയുന്നുണ്ട്. ആൻഡ് അത് ഇങ്ങനെ സ്റ്റോറി പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഫേവറേറ്റ് ആയിട്ട് മാറുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് അപ്പോഴും ഉണ്ട്. ആൻഡ് അന്ന് ഞാൻ ശരിക്കും വിചാരിച്ചിട്ടുണ്ട് ഇതൊരു പർപ്പസ് ആണ്, ഈ ഒരു പുസ്തകം വായിക്കാനും ഇതിനെ കുറിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ പറയാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യമൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ അത് ഇന്ന് നടന്നു. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് ശിവ ട്രിലജി എന്ന പുസ്തകത്തെ കുറിച്ചുള്ള അഭിപ്രായം? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കുള്ള തിയറീസ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഇത്രത്തോളം ഫേവറേറ്റ് ആയി മാറാനുള്ള കാരണം? കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. ആൻഡ് അൺടിൽ ദെൻ